ഏതിൻ്റെ ഇടയിൽ വിട്ടുവീഴ്ച നമ്മൾ ഇന്നലെ വായിച്ചായിരുന്നു. മുസദ്ദറുൻ നൈമ ഒരു സാധനം, ലഹു ആവുന്നുണ്ട്, സദുറുൽ കലാമി കലാമിൽ മുന്തൽ അവകാശം ഉണ്ട്. മുസദ്ദറുൻ എന്ന് പറഞ്ഞാൽ എന്താ? മുന്തിക്കപ്പെടുന്ന എന്നതിന്റെ അർത്ഥം. മുസദ്ദർ മഫൂൽ മുത്തല മഫൂലാണത്. സദ്ദറ മുസദ്ദറുൻ മുസദ്ദിറുൻ. മുസദ്ദറുൻ എന്നുള്ളത് മുബ്തദായിക്കണ്ട വെക്കുക. അപ്പൊ നക്കറ മുബ്തദയായി എന്നൊരു വിഷയം അവിടെ വരും. അത് ഫസല എന്നതിന്റെ ഫായിലാണ് മുസദ്ദറുൻ എന്ന് മഅനവിയായ മഅനയിലത് ഫായിലാവുക എന്നത് നക്കറ മുബ്തദയാക്കലിനെ ജായിസാക്കി എന്ന് പറയേണ്ടി വരും. ഫസല മുസദ്ദറുൻ എന്നാണ് കലാമിന്റെ അസ്ല് വരിക. അവ മഅനയിൽ എന്താണ്? ഫായിലാണ്. മനസ്സിലായില്ലേ? മഅനയിൽ ഫായിലാവുക എന്ന മുസവ്വിഖാണ് ആ നക്കറയെ മുബ്തദയാക്കാൻ പറ്റിയത് എന്ന് വെക്കേണ്ടി വരും. മാ ഒന്ന് ലഹു ആവുന്നുണ്ട് സദറുൽ കലാമി. അതാണ് മുസദ്ദറുൻ കൊണ്ടുള്ള ഉദ്ദേശം. കലാമിൽ മുന്തലവകാശം ആവുന്നുണ്ട്. അങ്ങനത്തതാകുന്നത് ഫസല, അത് വിട്ടുപിരിക്കുന്നിടത്ത്. ഏതിന്റെ ഇടയിൽ വിട്ടുപിരിച്ചു? ബൈനഹാ ഫീലുകളുടെ ഇടയിലും വബൈന മഅമൂലൈഹാ ആ ഫീലുകളുടെ രണ്ട് മഅമൂലിന്റെ ഇടയിലും വിട്ടുപിരിച്ചു. വത്തഅലീഖു ഇല്ലിഖത്ത് എന്നതിൽ നിന്നും അറിയപ്പെടുന്ന തഅലീഖ് ആകുന്നത് ഇബ്താലു അമലിഹാ അവകളുടെ അമലുകളെ ബാത്തിലാക്കലാണ്. ലഫ്ളൻ തന്നെ ലാ മഹല്ലിൽ അമല് കാണും. മഹല്ലിൽ അമല് കാണുന്ന മനസ്സിലാക്കണതിന് അതിന്റെ മേൽ വേറെ ഒന്നിനെ അത്ഫായി കൊടുക്കുമ്പം ഇറാബ് അവിടെ കൊടുക്കുമ്പം ഇവിടെ നസ്ബാണെന്ന് കിട്ടും. മനസ്സിലായില്ലേ? അതെ. വൽ മുറാദ് ബിമാ ലഹു സദറുൽ കലാം കലാമിൽ സദറുണ്ട് എന്നതുകൊണ്ടുള്ള മുറാദാകുന്നത് മാ മന്നാഫിയത്തു നബി ചെയ്യുന്ന മായാണ്. ഖാലല്ലാഹു തആല ലഖദ് അലിംത മാ ഹൗലാഇ യൻദിഖൂൻ ലഖദ് അലിംത. നിങ്ങളറിയില്ലേ യറ്റിങ്ങൾ സംസാരിക്കില്ല എന്ന്. ഏടാ ലഖദ് അലിംത നിങ്ങളറിയില്ല യറ്റിങ്ങൾ സംസാരിക്കില്ല എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഗ്രഹത്തിലേക്ക് അടിച്ചടിച്ചിട്ട് അങ്ങോട്ട് ചോദിച്ചോളിന്ന്.
വലിയ വിഗ്രഹത്തിന്റെ തലമേൽ കൊളാടി തൂക്കിയിട്ടിട്ട് പറഞ്ഞു ഇയാളെ മറ്റുള്ളവരെ കൊന്നേന്ന്. ചെറിയ വിഗ്രഹങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കാം. അയാളോട് പോയി ചോദിക്കാൻ പറഞ്ഞപ്പോ അവരിങ്ങോട്ട് പറഞ്ഞ മറുപടിയാ ലക്കതേ അലിയും നിനക്ക് അറിയില്ലേ അങ്ങായി മാവുല എന്തിക്കു നീറ്റിങ്ങൾ മിണ്ടാത്താണെന്ന്. അവന് മിണ്ടാത്ത ദൈവത്തെ നിങ്ങൾ എന്തിനാ ആരാധിക്കാൻ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ അലിമ എന്നുള്ള ഫെയിലാണ്. അത് 2 മഫൂലുള്ളതാണ്. ആ 2 മഫൂലിനെ തൊട്ട് എന്ത് ചെയ്തു വിലങ്ങിക്കളഞ്ഞു മാ എന്ന നഫിയുടെ അക്ഷരം. അവനെന്തായി ആവുല എന്നുള്ള മുത്തയാവും, എന്തിക്കൂന ഖബറും ആവും. അലിംദ ആവുലായി എന്തിക്കൂന എന്ന് പറഞ്ഞെങ്കിൽ ആവുലായി 1 മഫൂലും എന്തിക്കൂന ജുംല 2 മഫൂലും ആക്കുകയാണ്. ഇപ്പൊ അതില്ല. അപ്പൊ കദാലിക ലന്നാഫിയത്ത് നബി ചെയ്യുന്ന ലായും അങ്ങനെ തന്നെ. ലവ് അലിംദു ലാ സൈദുൻ ഖായിമുൻ വലാ അംറുൻ. ഞാൻ മനസ്സിലാക്കി സെയ്ദ് ഖായിമല്ലാന്ന്. സെയ്ദാകുന്നത് ഖായിമല്ല. മൂത്ത പോരാട്ട് വായിക്കണമെന്നല്ല. ലാ സെയ്ദുൻ സെയ്ദാകുന്നത് ഖായിമുൻ ഖായിമല്ല. ഖായിമല്ല എന്നുള്ള ലായുടെ മാന അവിടെ വരിക, ലാസ്റ്റ് വരുള്ളൂ. ഇന്നുമാണ്. എങ്ങനത്തെ ഇന്ന് നാഫിയത്തു നഫീ ചെയ്യുന്ന ഇന്നുമാണ്. തളുന്നൂന നിങ്ങൾ ഭാവിക്കുന്നു ഇൻ ലബിസ്തും ഇല്ലാ ഖലീല നിങ്ങൾ താമസിച്ചില്ല എന്നതിനെ. ഇൻ ലബിസ്തും എന്റെ മാന ഐ മാ ലബിസ്തും. അപ്പൊ അവിടെ ഇന്നു വന്നതുകൊണ്ട് തളുന്നൂന എന്നതിന് 2 മഫൂലില്ല എന്ന് പറയുന്നത്. ലാമിൽ വിത്തിദാന്റെ ലാമും അതിൽ പെട്ടതാണ്. അപ്പൊ നേരത്തെ പാട്ടൊക്കെ പാടിയിരുന്നല്ലോ, നമ്മൾ പാടിയിരുന്നു അല്ലേ? ഇബ്തിദാന്റെ ലാമും ആ തഅലീഖ് ചെയ്യുന്ന അല്ല മാലഹു സദറുൽ കലാം സദാരിയത്തുള്ളതിൽ പെട്ടതാണ്. ഖാല അല്ലാഹു തആല വലഖദ് അലിമു ലമൻ ഇസ്തറാഹു മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖിൻ. തീർച്ചയായും അവർ മനസ്സിലാക്കി. ലമൻ എന്തിനെ മനസ്സിലാക്കി? ഇന്ന ആളെ ഇന്നായിട്ട് മനസ്സിലാക്കി എന്ന് പറയേണ്ടത്. പക്ഷെ ലാമുണ്ടായതുകൊണ്ട് 2 പോലും ഇല്ല, 1 പോലും ഇല്ല. ലമൻ തീർച്ചയായും ഒരുവൻ ഇസ്തറാഹു അവൻ അതിനെ വാങ്ങി, ദുനിയാവിനെ വാങ്ങിയവനെ അവന് മാലഹു അവനുണ്ടാകുന്നില്ല ഫിൽ ആഖിറതി മിൻ ഖലാഖിൻ അല്ലേ? അപ്പൊ അവിടെ അലിമു എന്നതിനെ തഅലീഖാക്കിയാൽ 1 2 മഫൂലുകൾ ഇല്ല എന്ന് മന്ന് മുത്തതയാക്കും, ഇസ്തറാവിന്റെ ശിലയാക്കും. മനസ്സിലായില്ലേ? പിന്നിപ്പോ നമ്മള് മാലഹു ലമൻ ഇസ്തറാഹു മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. മാലഹു എന്നുള്ളത് ഖബർ വഖത്താക്കിയിട്ട് മിൻ ഖലാഖിന് ഇസ്മും ആഖിറും ആക്കിയിട്ട് ലായ്ക്ക് അമൽ കൊടുത്തോണ്ട് വായിക്കാൻ നമ്മള് വേണ്ട. ലാമുൽ ഖസമി ഖസമിന്റെ ലാമ് മാലഹു സദാരിയത്തുള്ളതാണ്. മാലഹു സദറുൽ കലാം. വലഖദ് അലിംതു അതാ തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ മരണം വരുമെന്നുള്ള കാര്യം. എല്ലാവർക്കും മരണമല്ല, മരിക്കണം, മരിക്കേണ്ടി വരും എല്ലാവരും. ചിലപ്പോൾ ഇനി നല്ല പന്ത് കളിക്കാൻ പോകുമ്പോഴായിരിക്കും മരണം വരുന്നത്. അപ്പൊ അതിന് 10 അറിയുകയും ചെയ്യും. ലതഅതിയന്ന മനിയത്തി ഇന്നൽ മനായ മരണങ്ങള് ലാ തത്തീഷു സിഹാമുഹ മരണത്തിന്റെ അമ്പുകൾ തെറ്റുകയില്ല. അത് വന്ന് ഭരിക്കണ്ടോ, അത് വന്ന് കൊണ്ടുമ്പോൾ കൊള്ളും. ഒരാളെ തൊട്ടും എല്ലാരും മരിക്കും, എല്ലാരും മരിച്ചു. വലതഅതിയന്ന ലാമ് ഖസമിന്റെ ലാമായതുകൊണ്ട് അലിമ എന്നുള്ളതിന് തഅലീഖ് ചെയ്ത് കളഞ്ഞു എന്ന്.
വൽ മനീയത്തു വൽ മൗത്തു. മനീയത്തിന്റെ ജമ്മാണ് മനായ എന്നുള്ളത്. ത്വാശയത്വീഷു, അമ്പ് അത് തെറ്റിപ്പോകും അവന്റെ വില്ലിൽ നിന്നും. അതല്ലാത്തീഷു സിഹാമുഹോ, ആ മരണത്തിന്റെ അമ്പുകൾ വഴുതുകയില്ല, അത് കുറുക്കി കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്ന് അതിന്റെ മാന. അതാ ഇപ്രകാരം തന്നെ ഇതാക്കാൻ അവൽ ജുംലത്തി, ജുംലയിലുണ്ടെങ്കിൽ ഇസ്മുസ്തിഫ്ഹാമിൻ, ഇസ്തിഫ്ഹാമിന്റെ ഇസ്മുണ്ടെങ്കിൽ അങ്ങനെ തന്നെ. വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ. അയ്യന എന്ന് പറയില്ല, അയ്യുനാന്ന് മുബ്തദ ഖബറായിട്ട്. നമ്മളിൽ നിന്ന് ഏതൊരുത്തനാണ് അശദ്ദു അദാബൻ, അദാബാൽ അശദ്ദാകുന്നത് ഏതൊരുത്തനാണെന്ന് തീർച്ചയായും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. അയ്യം മുബ്തദ, അശദ്ദു ഖബർ, ജുംല എന്ത് ചെയ്തു? മുടക്കാക്കി. ഇസ്തിഫാമാകുമ്പം ഇസ്തിഫാമിന് സദാര്യത്തുണ്ടായത് കൊണ്ട് അലിമ എന്നതിന് അവിടെ അമൽ ചെയ്യാൻ പറ്റുകയില്ല. ഖാല അല്ലാഹു തആല വസയഅലമു, പിന്നീട് അവരറിയും. അല്ലദീന ളലമു, അക്രമം ചെയ്തവരറിയും. യൻഖലിബൂന, എങ്ങനെ അവർ മറിഞ്ഞു പൊളിഞ്ഞു പോകാന്ന്. യൻഖലിബൂന അയ്യ മുൻഖലബിൻ. യൻഖലിബൂന എന്നതിന്റെ മഫൂലും മുഖദ്ദമാണ് അയ്യ എന്നുള്ളത്. അക്രമം കാട്ടിയ പിന്നെ എന്ത് ചെയ്യും? അത് പിന്നെ തിരിഞ്ഞു മറിഞ്ഞിങ്ങനെ വരുമ്പോ മനസ്സിലാവും ഇത് അക്രമം ചെയ്തതാണെന്ന്. അല്ല, ആയത്തിൽ അത് നമുക്ക് എതിരായിട്ട് വരുന്നല്ലേ. ഫയ്യ എന്നുള്ളത് ഫയ്യ മുൻഖലബിൻ, എങ്ങനെയൊക്കെ അവന്മാർ മറിഞ്ഞു തിരിഞ്ഞു പോയെന്നൊക്കെ പിന്നീട് മനസ്സിലാക്കുവര്. വസയഅലമു, തീർച്ചയായും മനസ്സിലാക്കും. അല്ലദീന, ഒരു കൂട്ടർ. ളലമു, ദർസ് പഠിക്കാൻ വന്നിട്ട് പന്ത് കളിക്കാൻ പോയവര്, അത് അക്രമം കാട്ടിയവര്. അവരറിയും. എന്തറിയും? അയ്യ മുൻഖലബിൻ യൻഖലിബൂന, എങ്ങനെയൊക്കെയാണ് അവർ തിരിഞ്ഞു മറിഞ്ഞ് കളിച്ചതെന്നവർ പിന്നീട് അറിയും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് വരുമ്പോഴും വിജിലൻസ് വരുമ്പോഴും മനസ്സിലാക്കും എങ്ങനെയൊക്കെയാണ് നമ്മളോട് തിരിച്ചു മറിഞ്ഞതെന്നൊക്കെ. ഏട്ടാ, എങ്ങനെയെല്ലാം തിരിഞ്ഞു മറിഞ്ഞെന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കും. അക്രമം കാട്ടികൾ മനസ്സിലാക്കാതിരിക്കുകയില്ല. അത് അല്ലാഹു തആല പറഞ്ഞതല്ലേ, നമ്മൾ പറഞ്ഞതല്ലല്ലോ. വസയഅലമുല്ലദീന ളലമു, അക്രമം കാട്ടിയവർ അറിയും. യൻഖലിബൂന, എങ്ങനെ അവർ തിരിഞ്ഞു മറിയും. യൻഖലിബൂന, അവർ മറിയും. അയ്യൻഖിലാബിൻ, എങ്ങനെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞാലും അക്രമം കാണിച്ചവർ അറിയുക തന്നെ ചെയ്യും. തിക്തഫലം അനുഭവിക്കും, അതാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അനുഭവിക്കുമ്പോ പിന്നെ മേപ്പോട്ട് നോക്കിയിട്ട് കാര്യമില്ല കേട്ടാ. കൊണ്ടുപോ എഴുന്നേറ്റ് പോയി.